ക്രിസ്മസ് കാലത്ത് മലയാളികൾ പുൽക്കൂടൊരുക്കുന്നത് പോലെ പാശ്ചാത്യ ഗ്രാമങ്ങളിലെ പതിവാണ് ക്രിസ്മസ് ഗ്രാമമൊരുക്കൽ. ആരിലും കൗതുകമുണർത്തുന്ന ക്രിസ്മസ് ഗ്രാമം സ്വന്തം വീട്ടിലൊരുക്കി അത്ഭുതം തീർക്കുകയാണ് കൊച്ചി തേവരയിലെ ജോർജ് സെബാസ്റ്റ്യനും കുടുംബവും. നിരവധി ആളുകളാണ് മധുര സംഗീതം പൊഴിക്കുന്ന മഞ്ഞുഗ്രാമം കാണാൻ ഇവിടെ എത്തുന്നത്. ഒരു മധ്യകാല യൂറോപ്യൻ ഗ്രാമം ഇങ്ങനെ മഞ്ഞു പുതച്ചു കിടക്കുകയാണ്. ബ്രെഡ് ഉണ്ടാക്കി വിൽക്കുന്ന കച്ചവടക്കാർ തുടങ്ങി വിറക് വിൽപ്പനക്കാരനും മത്സ്യക്കച്ചവടക്കാരനും ചോക്ലേറ്റ് ഫാക്ടറിയും ഐസ്ക്രീം ഫാക്ടറിയും അങ്ങനെ ഒരു ഗ്രാമത്തിന്റെ തന്നെ നിർമ്മാതാക്കളെല്ലാം ജീവനോട് നിൽക്കുകയാണ്. മധുരഗാനം പൊഴിച്ചോടുന്ന ട്രെയിനുകളും റെയിൽവേ സ്റ്റേഷനും കുതിര വലിക്കുന്ന വണ്ടികളും വിന്റർ ഗെയിം കളിക്കുന്ന കുട്ടികളും പ്രണയിക്കുന്ന കമിതാക്കളും അങ്ങനെ ആ ഗ്രാമം ഒരു ക്രിസ്മസ് വൈകുന്നേരത്തോളം ഉണർന്നതാണ്. പള്ളിയിൽ നിന്ന് പടിയിറങ്ങി പല കൽക്കെട്ടുകൾ കടന്ന് പുസ്തകശാലകളും കാപ്പിക്കടകളും കയറി ഫാമുകളും താണ്ടി വെള്ളച്ചാട്ടത്തിനരികിലെത്തുമ്പോൾ ഒരു പുൽക്കൂട്ടിൽ ദൈവപുത്രൻ അവതരിച്ചിട്ടുണ്ട്. തേവരയിലെ ജോർജ് സെബാസ്റ്റ്യനും കുടുംബവുമാണ് ഈ ക്രിസ്മസ് ഗ്രാമത്തിനു പിന്നിൽ. പുൽക്കൂടും ക്രിസ്മസ് ട്രീയും മാത്രം ഒരുക്കുന്ന കേരളത്തിൽ വിദേശ രാജ്യങ്ങളിലെ ക്രിസ്മസ് ഗ്രാമത്തിന്റെ മാതൃക ഒരുക്കുകയായിരുന്നു ഈ കുടുംബം. 1000-ൽ പകരം മിനിയേച്ചർ രൂപങ്ങളാണ് ഈ ഗ്രാമത്തിലുള്ളത്. 2 ആഴ്ചത്തെ ശ്രമഫലമായാണ് ഇപ്പോൾ ഈ ഗ്രാമം ഒരുക്കിയിരിക്കുന്നത്. പുതിയ ആശയങ്ങൾ വരുന്നതനുസരിച്ച് ജോർജേട്ടൻ മാതൃക മാറ്റിക്കൊണ്ടേയിരിക്കും. ക്രിസ്മസ് വില്ലേജ് എന്ന കൺസെപ്റ്റിലേക്ക് എത്താൻ കാരണം എൻ്റെ മോള് വിദേശത്ത് പഠനത്തിന് പോയി, UK-ലായിരുന്നു. പഠനം കഴിഞ്ഞ് വന്നപ്പോൾ അവരൊരു വീടിൻ്റെ മാതൃകയായിട്ടാണ് വന്നത്, സിറാമിക് വീടുമായിട്ട് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് ഇത് ക്രിസ്മസ് വില്ലേജിൻ്റെ ഭാഗമാണ്. അപ്പം എനിക്കൊരു ഐഡിയ കിട്ടി. ഞാനിങ്ങനെ ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയപ്പോൾ ക്രിസ്മസ് വില്ലേജ് എന്താണെന്നൊരു ചെറിയൊരു ഐഡിയ കിട്ടി. അപ്പോൾ ഞങ്ങൾ സെൻട്രൽ ടേബിൾ, ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് കിടന്ന ഒരു സെൻട്രൽ ടേബിളിൽ ഒരു വീട് വെച്ചാണ് ഞങ്ങൾ ക്രിസ്മസ് വില്ലേജ് ആരംഭിക്കുന്നത്. എൻ്റെ അടുത്തൊരു ബ്ലൂ പ്രിൻ്റ് ഇല്ല, ഒരു 3D പ്രിൻ്റ് ഇല്ല, മെഷർമെൻറ്റ്സ് ഇല്ല. ഇത് മനസ്സിലിരിക്കുന്ന സംഗതി നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി വരുന്ന, ക്രിയേറ്റ് ചെയ്ത് പൊക്കിക്കൊണ്ട് വന്ന് ഉണ്ടാക്കി ഒരു അവിടെ ഇവിടേക്ക് ഇതൊക്കെ വെച്ച് ഇങ്ങനെ മാറി നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് പോരാ, ശരിയായില്ല. അപ്പോൾ നമ്മൾ വീണ്ടും റീസെറ്റ് ചെയ്യണം. ചിലപ്പോൾ പൊക്കം കൂട്ടണം, ചിലപ്പോൾ പൊക്കം കുറയ്ക്കണം, ചിലപ്പം വീതി കൂട്ടണം, ചിലപ്പം റീപ്ലേസ് ചെയ്യണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ഒക്കെ പൊക്കിയും താത്തിയൊക്കെ വെച്ചാണ് നിങ്ങളിപ്പം കാണുന്ന ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് എൻ്റെ ഭാഗത്ത് ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കുക, ആൾക്കാർ വരിക, സന്തോഷത്തോടെ എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോകുന്നത് കൊള്ളാം. ജസ്റ്റ് ഫോർ 5 or 10 minutes I am giving some happiness to somebody. That's a part of this Christmas message. നിരവധി ആളുകളാണ് കേട്ടറിഞ്ഞ ജോർജേട്ടന്റെ വീട്ടിലെ ക്രിസ്മസ് ഗ്രാമം കാണാനെത്തുന്നത്. നിർമ്മിതിയിലൂടെ ജോർജേട്ടനും കാഴ്ചയിലൂടെ കാണാൻ വരുന്നവർക്കും സന്തോഷവും കൗതുകവും ഉണർത്തുകയാണ് ഈ ക്രിസ്മസ് ഗ്രാമം. കൈരളി ന്യൂസ്, കൊച്ചി.